പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിന് പുറത്തേക്ക് ഇറക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് എന്താണ് ഒന്നാം പ്രതിക്കുള്ള ശിക്ഷ, മൂന്നാം പ്രതിക്കുള്ള ശിക്ഷ എന്ന വിധി പറയും. അവരെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അട്ടക്കുളങ്ങര ജയിലിന് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. MJ പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, പറയൂ. SKN പാറശാല ഷാരോൺ വധക്കേസിൽ ആ ക്രൂരകൃത്യത്തിന് എന്ത് ശിക്ഷ എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് പ്രതി ഗ്രീഷ്മയെ പുറത്തിറക്കിയതാണ്. ഈ പുറത്തിറക്കി അട്ടക്കുളങ്ങരയിൽ നിന്ന് ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഈ വൈദ്യപരിശോധന നടത്തുമോ എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നെയ്യാറ്റിൻകര കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ ഈ അട്ടക്കുളങ്ങരയിൽ നിന്ന് ഈ ബൈപ്പാസ് ഭാഗത്തേക്കാണ് ഈ പോലീസ് വാഹനത്തിൽ ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നത്. ഈ ജയിലിൽ നിന്ന് ഇറക്കി പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഒരു ട്രാവലറിലാണ്, പോലീസിന്റെ ട്രാവലറിലാണ് നിലവിൽ ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നത്. ഈ നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇനി ഈ കുറ്റത്തിന്, ഈ സമൂഹ മനസാക്ഷിയടക്കം ഞെട്ടിച്ച കുറ്റത്തിന് എന്ത് ശിക്ഷ ആണ് എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം പ്രതിഭാഗവും പ്രോസിക്യൂഷനും അടക്കം വലിയ വാദങ്ങളായിരുന്നു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നടത്തിയിരുന്നത്. കാരണം പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യമാണ് ഇക്കാര്യത്തിൽ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. കാരണം കൃത്യമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ കൊലപാതകമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ഈ പ്രായം, ഒപ്പം വിദ്യാഭ്യാസം, ഇനി തുടർന്ന് പഠിക്കാനുള്ള അവസരം ഉൾപ്പെടെ പരിഗണിച്ച് പരമാവധി ചെറിയ ശിക്ഷ നൽകണമെന്ന ഒരു വാദമാണ് പ്രതിഭാഗം ഈ കേസിൽ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വൈദ്യപരിശോധന ഇല്ലാതെ തന്നെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നുണ്ട്. ഈ വൈദ്യപരിശോധന ഇന്ന് ഉണ്ടാകില്ല. ഈ നേരെ ബൈപ്പാസിലൂടെ ഈഞ്ചക്കൽ ഭാഗം വഴി നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ് നിലവിൽ ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നത്. 11 മണിക്കാണ് ഈ ഷാരോൺ കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ഈ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട സാഹചര്യത്തിൽ ഈ നേരിട്ട് തന്നെ കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഇനി എന്താണ് ഈ ഒരു വിധി, ഈ ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും കോടതി നൽകുക എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കൃത്യം 11 മണിക്ക് തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ഈ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒപ്പം ഈ ഫോറൻസിക് തെളിവുകളും അടക്കം വച്ചുകൊണ്ടായിരുന്നു ഈ കേസ് മുന്നോട്ട് പോയത്. അതിവേഗം തന്നെ വിചാരണ പൂർത്തിയാക്കിയാണ് ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുന്നത്. ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്ന് ഈ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നതാണ് പ്രധാനമായും ഈ കേസ്. ഇതിൽ ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വൈകാരിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. കാരണം ഈ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പലതവണ ആവർത്തിച്ചു. പക്ഷേ ആ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായില്ല. തുടർന്ന് ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാരോൺ നടത്തിയെന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രധാനമായും ഈ പ്രതിഭാഗം ഉന്നയിച്ചതൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗ്രീഷ്മയോട് ഈ ജഡ്ജി ചോദിച്ചിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗ്രീഷ്മ പറഞ്ഞത് 24 വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമുള്ളത്, അതുകൊണ്ട് തന്നെ ഈ തുടർന്ന് പഠിക്കാൻ അനുവദിക്കണം, മാനസാന്തരമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പരമാവധി ശിക്ഷ കുറച്ച് തരണം എന്നതായിരുന്നു പ്രധാനമായും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയെ ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.